ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എയിൽ തുടങ്ങി ഇസഡിൽ അവസാനിക്കുന്ന 26 അക്ഷരങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 27 അക്ഷരങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? ഈ അക്ഷരം ഇസഡിന് ശേഷമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. 19ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ച ഭാഷാ സിലബസിന്റെ ഭാഗമായിരുന്നു ഈ അക്ഷരം. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ആ അക്ഷരം ഒരു പ്രതീകമായി തിരിച്ചറിയുകയും ആധുനിക അക്ഷരമാല സമ്പ്രദായത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തത്. ഈ അക്ഷരം ഏതാണെന്ന് അറിയാമോ? നമ്മൾ രണ്ട് വാക്കുകളെ ചേർത്തെഴുതാനൊക്കെ ഉപയോഗിക്കുമ്പോൾ നടുക്കൊരു ചിഹ്നം ഉപയോഗിക്കാറില്ലേ, ആൻഡ് എഴുതുന്നതിന് പകരം? അത് തന്നെ. ഇത് ആംബേഴ്സന്റ് എന്ന പേരിലാണ് അക്ഷരമാലയിലെ അവസാന അക്ഷരമായ 27ാം നമ്പറായി കണക്കാക്കപ്പെട്ടിരുന്നത്. ഈ അക്ഷരം ആദ്യം ഉച്ചരിച്ചത് ആൻഡ് എന്നായിരുന്നു. പിന്നീട് ഇത് പെർസെ എന്ന് ഉച്ചരിക്കാൻ തുടങ്ങി. കാലക്രമേണ അത് ആംബർസാൻഡ് എന്ന വാക്കായി രൂപാന്തരപ്പെട്ടു. ആംബർസാൻഡിന്റെ ഉത്ഭവം ലാറ്റിനിൽ നിന്ന് കണ്ടെത്താനാകും. ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷം 775 AD ഇത് ഔപചാരികമായി റോമൻ അക്ഷരമാലയിൽ ഉൾപ്പെടുത്തി. 15ാം നൂറ്റാണ്ടിൽ അച്ചടി യന്ത്രത്തിന്റെ ഉപജ്ഞാതാവായ ജോഹന്നാസ് ഗുട്ടൻബർഗ് ആംബർസാൻഡ് ആദ്യകാല അച്ചടി അക്ഷരമാലകളിൽ ഉൾപ്പെടുത്തി. 18ാം നൂറ്റാണ്ടോടെ ഇത് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി. 20ാം നൂറ്റാണ്ട് ആരംഭിച്ചപ്പോൾ അക്ഷരമാലയിലെ പതിവ് ഉപയോഗത്തിൽ നിന്ന് ആംബർസാൻഡിനെ ഒഴിവാക്കുകയും ചെയ്തു.